ഹലോ ഗൈസ്, നമുക്കിത് ചിക്കൻ മന്തി ഉണ്ടാക്കട്ടോ. എൻ്റെ കസിനുണ്ട്, എളാപ്പാൻ്റെ മോള്, ഓള് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം മന്തി ഉണ്ടാക്കാൻ നിൽക്കട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് മന്തി ഉണ്ടാക്കുക, ഓള് വരുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാനും ഓളും കൂടിയിട്ടാണ് ഞങ്ങൾ മന്തി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, പുതിന ആണ് കേട്ടോ. പിന്നെ അതാ വൈറ്റ് ബസുമതി അരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് നല്ലോണം വെള്ളത്തിലിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ചിക്കൻ ഞാനിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാ വെച്ചാൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കത്തിയെടുത്തിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത് ഇതോടെ കുത്തിയാൽ മതി, അങ്ങനെ ഉണ്ടെങ്കിൽ കുത്തിയെടുത്താലും മതി. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 1.25 ടീസ്പൂൺ കുരുമുളകാണ് ഇടുന്നത്. ഏറണ്ട കുരുമുളകാണ്. അതേമാതിരി തന്നെ ഞാനൊരു 1.25 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് കേട്ടോ. ഓവർ പൊടിയൊന്നും പൊടിച്ചിട്ടില്ല, നല്ല ജീരകം പൊടിച്ചത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ. ക്യാപ്സിക്കം ചെറുതാക്കി കൊത്തി അരിഞ്ഞ ക്യാപ്സിക്കാണ് കേട്ടോ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണ, ഇവിടെ അല്ല. പിന്നെ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ നല്ലോണം മിക്സാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്, ചെറുതാക്കി അരിഞ്ഞത്. അത്ര തന്നെ നമുക്ക് ഇത് വേണ്ട കേട്ടോ. ഇത് പുതിനയിലയാണ് കേട്ടോ. പിന്നെ 2 മാഗി ക്യൂബ് ഇട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഇട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് കുറച്ച് ചിക്കന് കുറച്ചുള്ളൂ. അപ്പോൾ ഇതുപോലെ 2 ക്യൂബിൽ നമുക്ക് ഉപ്പിടണം എന്നുണ്ടെങ്കിൽ ആദ്യം ക്യൂബിൽ ഉപ്പുണ്ടാവും. അപ്പം ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കൊരു 1.25 ടീസ്പൂണ് അല്ലെങ്കിൽ 1.25 ടേബിൾ സ്പൂൺ കേട്ടോ. 1.25 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യും. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലെ ക്യാപ്സിക്കും മല്ലിച്ചപ്പും പൊതിനയൊക്കെ അതിലൊന്ന് പിടിക്കണം. നമുക്ക് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പില്ലെങ്കിൽ ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ടൊന്ന് ഇറക്കിയിട്ട് വാങ്ങട്ടെ വെക്കാൻ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ നല്ലോണം മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ കേട്ടോ. മൊത്തത്തിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചാൽ വേവിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് മൊത്തത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇളക്കി കൊടുക്കണം. അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം വെള്ളം ഒഴിച്ചെടുക്കൊന്നും വേണ്ട, കാരണം അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അതുപോലെ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവുന്ന ടൈമിൽ നമുക്ക് ഇവിടെ റൈസ് ഉണ്ടാക്കാം കേട്ടോ. മന്തി റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. പിന്നെ ഞാൻ കറുവാപ്പട്ട, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ ലീഫൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് വേവാവുണ്ടോ നോക്കും വേണം, കാരണം 2 ഗ്യാസ്മേലാണ്. അപ്പോൾ ഇത് വേവാവുണ്ടോ നോക്കണം. അപ്പോൾ അതൊരു വിധമൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കി മറിച്ച് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് അപ്പോൾ നമുക്കിന്നത് അടച്ച് വെച്ച് ഒന്നും കൂടി വേവാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് ശരിയാക്കണ്ടേ. അപ്പോൾ ഞാൻ കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഒക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കസിന് പെട്ടെന്ന് വന്നതാട്ടോ. അവൾ പറഞ്ഞ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചവിടെ മലപ്പുറം ലോ കോളേജിൽ പഠിക്കുക കേട്ടോ. അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആയിക്കോട്ടെ നജുവാന്ന് പറഞ്ഞ് അങ്ങനെ വന്നതേനി. അപ്പോഴാണ് ഞാനിത് ഉണ്ടാക്കുന്നവർ വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഉണ്ടാക്കട്ടെ വിചാരിച്ച്. പിന്നെ ഓളും വരുന്നുണ്ടല്ലോ വിചാരിച്ച്. അങ്ങനെ പിന്നെ എൻ്റെ പണിയൊന്നും എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ലേനി. പിന്നെ ഞാൻ സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. സവാള ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അതിൽ കിടന്നിട്ട് പിന്നെ ഓളും കൂടി തന്നിട്ടോ എനിക്ക് ഉണ്ടാക്കാൻ. എൻ്റെ കൂടെ എല്ലാത്തിനും ഓളും കൂടിയാണ്. പിന്നെ ഞാനിങ്ങനെ ഇളക്കി എടുത്ത് ഓള് വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെ അന്നത്തെ ദിവസം ഇങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി അന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിച്ചപ്പും കൂടി
അരച്ചെടുത്തൊരു പേസ്റ്റ് ഉണ്ടായിന്. ആ പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബസുമതി അരി ഇവിടെ അതാ നല്ല കുതിർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ നല്ലോണം ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് അതിലേക്ക് 2 മാഗി ക്യൂബ് ഉണ്ട്. അപ്പോൾ ഞാൻ മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 നാരങ്ങ ഇട്ട് കൊടുത്ത്, പിന്നെ ഉള്ളത് കുറച്ച് മല്ലിച്ചപ്പ് പൊതിനുണ്ടായിന്, അതും കൂടി അതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. ഇവിടെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയാണ്. ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്താ വെച്ചാൽ വെള്ളമാണ് കേട്ടോ. വെള്ളം നമ്മൾ എത്രയാണോ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്താ പറയുക, നമ്മളെ മന്തി മസാല ഉണ്ടല്ലോ, മന്തി മസാല, അത് നമ്മൾ പിന്നെ നമുക്ക് എത്രയാണോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതലായാൽ അതിലത്ര ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ നമുക്ക് ഒരു പാകത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ ഞാൻ വെള്ളം 4 ഗ്ലാസ് പിന്നെ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്, ചെറിയ കപ്പ് അരി. അപ്പോൾ അതിലേക്ക് ഞാൻ 7.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തത്. കാരണം 8 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാൻ 7.5 കപ്പ് എടുത്ത്, പിന്നെ തക്കാളി പേസ്റ്റൊക്കെ അതിലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് 7.5 കപ്പ് വെള്ളം എടുത്ത് 8 കപ്പ് അരിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഴിച്ചെടുത്ത് പിന്നെ അത് തിളച്ചതിന് ശേഷം നമുക്ക് അതിൽ ഉപ്പിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. തിളച്ചതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കഴുകി വെച്ച ഇതാട്ടോ ബസുമതി അരി ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെന്തിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കണം. അപ്പം അരി ഞാൻ പറഞ്ഞില്ലേ ഇത്ര അളവിലിട്ടോ. 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ്. അപ്പം 7.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളൂ. നമുക്ക് അരച്ച് വെക്കാം. അപ്പം എളാപ്പാൻ്റെ മോള് ഓളാട്ടോ മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ ഓള് മയോണൈസ് തക്കാളി സോസൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് കുറേ തിരുമ്പാനൊക്കെ തിരുമ്പട്ടെ വിചാരിച്ച്. പിന്നെ ചോറൊക്കെ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ അവൾ കുറേ ഹെൽപ്പ് ചെയ്ത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ വരുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഓൾക്ക് ഇഷ്ടമല്ല കോല് ഉണ്ടാക്കുക, തിന്നുക, അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യൽ. നമ്മൾ ചിക്കനൊക്കെ ഇവിടെ കട്ടിട്ടുണ്ട്. ചിക്കനൊക്കെ ഇടണം. നമുക്ക് ചിക്കനിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം, ദമ്മിട്ട് കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടി വേവ് വരാണ്ട് നമുക്ക് ഇതാക്കാം. അനിയത്തിയ ഓഫാക്കിയാ അടക്ക്. നമുക്ക് ഓരോ പച്ചമുളക് അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കട്ടോ, ഇങ്ങനെ കുത്തി കൊടുക്കട്ടോ. എന്തിനാ? ഇതിൻ്റെ ടേസ്റ്റ് ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചാർക്കോള കത്തിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചാർക്കോള കത്തിച്ച് വെക്കണമെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഫുഡ് കളർ കൂടി ഒന്ന് യൂസ് ചെയ്യണം, ഇത്തിരി ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. അങ്ങനെ നമുക്കിത് എന്താ വെച്ചാൽ മൂടി വെച്ച് നല്ലോണം ദമ്മിട്ട് വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അതുപോലെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മൂടിയൊക്കെ തുറന്നൊന്ന് ഇളക്കി നോക്കുന്നത് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പം നമ്മളിത് പിന്നെ നല്ലോണം ഫുഡ് എല്ലായിടത്തും ആക്കണം കേട്ടോ. ഇളക്കിയിട്ട് എല്ലായിടത്തും ആക്കുക. പിന്നെ നമ്മൾ ചിക്കൻ വേറെ പ്ലേറ്റിലേക്ക് കേട്ടോ നമ്മൾ മാറ്റുന്നത്. അപ്പം അങ്ങനെ മാറ്റി എടുക്കുകയാണ്. അപ്പം റൈസ് ഞാൻ ആദ്യം വേറെ പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ. ഇത് കളർ പാകമായില്ലേ? ഇത് പാകം. ഞാനിത് കോഴി വേറെ എടുക്കണം കേട്ടോ. ചിക്കന് നമുക്ക് അതടി നമുക്ക് ചിക്കന് വേറെ എടുക്കും. അപ്പം ഞങ്ങൾ നമ്മളാണ് വന്നത്. അനിയത്തിയാണ്, കസിനാണ്. അപ്പം ചോറ് തിന്ന ചോറും കൊടുത്താൽ ഇഞ്ഞോ അതിന് കുറച്ച് വിളമ്പിക്കോ ആ പാത്രത്തിൽ തന്നെ. അച്ചാറ്, സോസ്, ചിക്കൻ ഇങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടാക്കിട്ടോ.
അനിയത്തി ഏറെനാല് കസിനാണ്, അളാപ്പാൻ്റെ മോളാണ്. ഓള് വന്നപ്പോൾ ഇങ്ങനെ ഒക്കെ ഉണ്ടാക്കി. ഓള് പെട്ടെന്ന് പറയാതെ വന്നാട്ടോ. ഓളെ നെല്ലടിക്കണം, ഞാൻ വീഡിയോ ഞാൻ ഇന്ന് പൊങ്കാലിടണ്ട, ഓളാണ് പോലെ ഓളെ പണിപ്പിച്ചത്. പണിപ്പിച്ചാൽ പൊങ്കാലിടാൻ വരുന്നുണ്ട്.